ഇന്ന് മത്തിമുളിട്ടത് നേരിയ 10 തട്ടി വിടുമല്ലോ. സൂറത്താ സൂറത്താ, അരിപ്പൊടി റെഡി. എവിടെ പോയി കിടക്കാണ് സൂറത്താ? അല്ലോ, ഇതിപ്പോ ഇങ്ങനെയായി? അരി പൊടിപ്പിക്കാൻ കൊടുത്തപ്പോ നായര് പറ്റിച്ചോ? അയാള് നല്ല മനുഷ്യനാണല്ലോ. അല്ലാ പടച്ചോനെ, തോട്ടിൽ വീണപ്പം വെള്ളം കീറിയതാണല്ലോ. സൂറത്ത് നിന്നെ കൊല്ലും, നിന്റെ മയ്യത്ത് ഉറപ്പാണ്. പടച്ചോനെ, എന്നെ കഴിച്ചിലാക്കണേ. ഇനി ഇവിടെ നിന്നാ ശരിയാവൂല. എന്തേ മൂസേ, കംപ്ലീറ്റ് നനഞ്ഞിണ്ടല്ലോ. പള്ളിപ്പടിയിൽ മഴ പെയ്താ? അതെ, എന്റെ സൂറത്താത്ത, നമ്മൾ ആമന ടീച്ചറില്ലേ, കടപ്പുറത്തുനിന്ന് കുറച്ച് മീൻ വാങ്ങാൻ പറഞ്ഞു. ഇന്ന് അവിടെ യാസിനോത്തുണ്ട്. മീൻ മുഴുവനും പൂയേനും. ഞാൻ വരുന്ന വഴിക്ക് ആ തോട്ടിലിട്ട് മീനുകളൊക്കെ ഒന്ന് കുളിപ്പിച്ച്, അക്കൂട്ടത്തിൽ ഞാനും ഒന്ന് കുളിച്ച്. അതേതായാലും നന്നായി. അങ്ങനെയെങ്കിലും നീ ഒന്ന് കുളിച്ചല്ലോ. അരി നല്ലോണം പൊടിഞ്ഞിക്കണോ? ചട്ടിപ്പത്തിരിക്കുള്ളതാണേ. എന്ത് പണിയാ മൂസേ കാട്ടി? താത്തക്ക് പൊടി കൊയക്കണ്ടല്ലോ. എന്താ ഇത്തേ കാണിക്കുന്നത്? അരി പൊടിപ്പിക്കാൻ കൊടുത്തതാ, മുഴുവനും നനച്ച് മാവ് പോലെയാക്കി. ഞാനിന്നാ ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാ, ഒക്കെ ഒന്ന് നശിപ്പിച്ച്. സാരില്ല, ചിക്കൻ ചട്ടിപ്പത്തിരിക്ക് പകരം സാധാ പത്തിരി ഉണ്ടാക്കിയാ മതി. എന്നെ മക്കാറാക്കൊന്നും വേണ്ട. ഞാൻ ഇതുകൊണ്ടേ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാ. ഇച്ചെടിയനാണ് അസൈനർക്ക് മാന്തി എടുക്കാൻ പറഞ്ഞ്. മാന്തട്ടെ. അതാരാണ്? നമ്മൾ അസൈനർക്കാണല്ലോ. അല്ലാ, ഓടി പറഞ്ഞേ, അസൈനർക്ക് മയ്യത്തായേ. ലൈലത്ത്, സൂറത്ത്, ഓടി വാ, അസൈനർക്ക് മയ്യത്തായേ. വേഗം ഓടി വരി, അസൈനർക്ക് മയ്യത്തായേ. പഠിച്ചോനെ, രാവിലെ നല്ലപോലെ എന്റെ കയ്യിൽ നിന്ന് ചായ വാങ്ങി കുടിച്ച് പോയതാണല്ലോ. അമ്മക്കെന്ത് പറ്റി? ആരാരും ഒറ്റ വെച്ചല്ലേ? അതിനായിരിക്കല്ല ഞാനാ.